നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമെന്ന് CPM കോട്ടയം ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം തുടരുന്നു. ചുവപ്പു സേനാ മാർച്ചും പൊതുസമ്മേളനവും ഞായറാഴ്ച. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശിക്ഷിക്കപ്പെട്ടവർക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ പ്രാദേശിക സർക്കാരുകളുടെ പങ്ക് നിസ്തുലമെന്ന് ജോസ് കെ മാണി MP. ഭരണങ്ങാനം കരൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രവിത്താനം അന്തിനാട് റോഡ് ഗതാഗതത്തിന് തുറന്നു. വാർത്തകൾ വിശദമായി. CPIM കോട്ടയം ജില്ലാ സമ്മേളനം പാമ്പാടിയിൽ പുരോഗമിക്കുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM കോട്ടയം ജില്ലാ സമ്മേളനം പാമ്പാടിയിൽ തുടരുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് യാഥാർത്ഥ്യമാക്കാനുള്ള കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നീ 4 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. വിനോദസഞ്ചാരത്തിനും തീർത്ഥാടന ടൂറിസത്തിനും ഏറെ സാധ്യതകളുള്ള നാടാണ് നമ്മുടെ സംസ്ഥാനം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്കുള്ള അംഗീകാരം കൂടിയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ സ്ട്രിപ്പുകളും ഹെലിപ്പാഡുകളും ഡ്രോൺ അധിഷ്ഠിത ഗതാഗതവും ഇന്നിന്റെ ആവശ്യമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സർക്യൂട്ടുകൾക്ക് മുമ്പത്തെക്കാളും പ്രസക്തി ഏറിയിട്ടുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശാന്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ടുതന്നെ ഇതൊക്കെ സാധ്യമാക്കാൻ കഴിയുന്ന അതിനൂതന സാങ്കേതിക വിദ്യകൾ ഇന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട ശബരി എയർപോർട്ട് പമ്പയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ്. കോട്ടയത്ത് നിന്നും 40 കിലോമീറ്റർ ദൈർഘ്യം മാത്രം. 2500 ഏക്കറിനടുത്ത് സ്ഥലമാണ് ഇതിനാവശ്യമായി വരുന്നതെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ശബരി എയർപോർട്ട് വളരെ വേഗത്തിൽ തീർത്ഥാടകർക്ക് വ്യോമമാർഗം എരുമേലി വരെ എത്തിച്ചേരാൻ വഴിയൊരുക്കും. 10,000-നോടടുത്ത ആളുകൾക്ക് പ്രത്യക്ഷമായി തൊഴിൽ ഇതുവഴി ലഭിക്കും. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മലയോര പ്രദേശങ്ങളുടെയും അതിന്റെ ചുറ്റുവട്ടവുമുള്ള അതിർത്തി പ്രദേശങ്ങളുടെയും വികസനത്തിന് ഈ എയർപോർട്ട് ഗണ്യമായ സംഭാവനകൾ നൽകും. വിമാനത്താവളത്തിന് അടുത്തുള്ള പ്രദേശങ്ങളുടെ സമ്പദ്വ്യവസ്ഥ ദ്രുതഗതിയിൽ പുരോഗമിക്കും. ശബരിമല എയർപോർട്ട് പദ്ധതിക്കും സാങ്കേതിക സാമ്പത്തിക പഠനങ്ങൾക്കും പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾക്കും സാധ്യതാ പഠനത്തിനും മറ്റു പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി 2 കോടി രൂപ 2022-23 ബജറ്റിൽ തന്നെ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഇത്തരം പദ്ധതികൾക്ക് ആവശ്യമായി വരുന്ന സാമ്പത്തിക ചെലവുകൾ ഒറ്റയ്ക്ക് വഹിക്കാനാവില്ല. എയർപോർട്ട് പദ്ധതിയുടെ പുതുക്കിയ ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് പൂർത്തിയാക്കി പദ്ധതിയുടെ സൈറ്റ് ക്ലിയറൻസിനു വേണ്ടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര വ്യോമയാന സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 2023 ഏപ്രിൽ 3 ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സൈറ്റ് ക്ലിയറൻസ് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. ഇതിനെ തുടർന്ന് വളരെ വേഗത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിവേഗത്തിൽ ശബരിമല എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാനാണ് കേരള സർക്കാർ പരിശ്രമിക്കുന്നത്. നിയമപരമായ തടസ്സങ്ങൾ മറികടന്ന് ശബരി എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM ഗൂഢാലോചന നടത്തിയെന്നത് മുൻപ് നിഷേധിച്ചതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. ശരിയല്ലാത്ത കാര്യങ്ങളിൽ പാർട്ടി അന്നേ നടപടി സ്വീകരിച്ചതാണ്. ബോധപൂർവം കേസിൽ ഉൾപ്പെടുത്തിയവർ വരെയുണ്ട്. ശിക്ഷിക്കപ്പെട്ടവർക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 5 കൊല്ലം ശിക്ഷിച്ച കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുക ചെയ്തില്ല. അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നത്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വിധി വന്നത്. തീർച്ചയായും അത് സംബന്ധിച്ചെല്ലാമുള്ള വിധി ന്യായങ്ങളെല്ലാം പരിശോധിച്ച് ഇത് അവസാനത്തെ വാക്കല്ലല്ലോ. തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് സംബന്ധിച്ചത്. ഇപ്പോൾ ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ പ്രാദേശിക സർക്കാരുകൾ നൽകിയ സംഭാവന നിസ്തുലമാണെന്ന് ജോസ് കെ മാണി MP. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണങ്ങാനം കരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവിത്താനം മലങ്കോട് അന്തിനാട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
കഴിഞ്ഞ 25 വർഷക്കാലങ്ങൾക്കിടയിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കേരളം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചതായി ജോസ് കെ മാണി MP പറഞ്ഞു. വളരെ മനോഹരമായി എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഇത്രയും വീതിയിൽ 12 മീറ്റർ വീതിയിൽ മനോഹരമായി ടാർ ചെയ്ത റോഡ് മറ്റ് പ്രാദേശിക സർക്കാരിൻ്റേതായിട്ട് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഏതൊക്കെയാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രവിധാനത്തിൽ നിന്ന് അന്തിനാട് മലങ്കോട് കൂടി അന്തിനാടിലേക്കുള്ള ഈ പള്ളി തിരുമുറ്റത്ത് നിന്ന് അവിടെ അന്തിനാട് ക്ഷേത്രം വരെ ഉള്ള ഈ റോഡാണ്. ഏക്കാലും 18 ലക്ഷം രൂപ ഇതിൻ്റെ രാജേശ്വരിയും അതുപോലെ തന്നെ നിർമ്മല ജമീലിയും ഒക്കെ ശ്രമകരമായി ഇവിടെ നമുക്ക് ലഭിച്ചു. ഞാൻ പ്രത്യേകം ജനപ്രതിനിധികളെ ഞാൻ അനുമോദിക്കുകയാണ്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വർഷങ്ങളായി റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. 3 സ്കൂളുകൾ, പ്രവിധാനം, പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നത് ഈ റോഡിലൂടെയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി മുഖ്യപ്രഭാഷണം നടത്തി. പ്രവിധാനം പള്ളി വികാരി ഫാദർ ജോർജ് വെള്ളൂപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടോമി, ജിജി തമ്പി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആനന്ദ് ചെറുവള്ളി, ലിസമ്മ ബോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ജോസ്, സുധാ ഷാജി, അനുമോൾ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വടവാതൂർ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് പാസ്റ്റർ പള്ളിയിലെ അംഗവും CSDS മണർകാട് യൂണിറ്റ് പ്രസിഡന്റുമായ ജയരാജിന്റെ മകന്റെ വിവാഹം നടത്തിക്കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് CSDSന്റെ നേതൃത്വത്തിൽ പള്ളിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CSDS സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് പ്രവീൺ V. ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം ജനുവരി 13 നടക്കുന്ന വിവാഹത്തിനാണ് പാസ്റ്റർ തടസ്സം നിൽക്കുന്നത്. മറ്റൊരു പള്ളിയിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ ചെയ്യേണ്ട സഭാചട്ടങ്ങൾ കൃത്യമായി ചെയ്തിട്ടും തന്റെ മകന്റെ വിവാഹം പാസ്റ്റർ തടസ്സപ്പെടുത്തുകയാണെന്ന് ജയരാജ് പറഞ്ഞു. പള്ളിയുമായി ബന്ധപ്പെട്ട പല അഴിമതികളും താൻ എതിർത്ത് സംസാരിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതിന്റെ പകപോക്കുകയാണ് സഭാ പാസ്റ്റർ ചെയ്യുന്നതെന്നും തന്റെ കൈവശമില്ലാത്ത പള്ളി മിനിറ്റ്സ് ബുക്ക് പാസ്റ്ററെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ വിവാഹം നടത്തിത്തരികയുള്ളൂ എന്നും പാസ്റ്റർ പറഞ്ഞതായി ജയരാജ് പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫോം മേടിച്ചു, സ്നാന സർട്ടിഫിക്കറ്റ് മേടിച്ചു, മോന്റെ സർട്ടിഫിക്കറ്റ് എല്ലാ ഡോക്യുമെന്റുകളെല്ലാം ആയിട്ട് പാസ്റ്ററിനെ സമീപിക്കും. പാസ്റ്റർ പറയുന്നത് പള്ളിയുടെ രേഖകൾ ഞങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത്. പള്ളിയുടെ രേഖ എന്ന് പറയുന്നത് പള്ളിയുടെ രേഖ കയ്യിലിരിക്കുന്നവരോട് ചോദിക്കണം. എന്റെ മകന്റെ വിഭാഗമായിട്ട് പള്ളിയുടെ രേഖയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഈ പള്ളിയുടെ ഒരു മെമ്പർ, ഈ മെമ്പർ എന്നുള്ള രീതിക്ക് എനിക്ക് പള്ളിയുടെ രേഖ കൊടുക്കാൻ നിർവാഹമില്ല. അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയുന്നു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എന്നാൽ രേഖാമൂലം എഴുതി തരാൻ പറയുന്നു. അതും അയാൾ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗൂഢസംഘം ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഈ പള്ളിയുടെ നേതൃത്വങ്ങൾ തന്നെയാണെന്നുള്ള ഈ അവസരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സഭയിലെ സാധാരണക്കാരായ അംഗങ്ങൾക്കെതിരെയുള്ള സഭയുടെ ഈ നിലപാടിനെതിരെയാണ് CSDS മാർച്ച് സംഘടിപ്പിച്ചത്. ജയരാജ് CSDS മണർകാട് യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ്. കേരളത്തിൽ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ കേട്ടുകേൾവി കൂടിയില്ലാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ക്രൈസ്തവ സഭയിലെ ദളിത് വിഭാഗത്തിൽ ഉള്ളവരോട് സഭാ നേതൃത്വം കാണിക്കുന്ന ഈ അനീതി അവസാനിപ്പിക്കണമെന്നും വരുന്ന 13-ാം തീയതി നടക്കുന്ന വിവാഹം നടത്തിക്കൊടുക്കാത്ത പക്ഷം കേരളത്തിലുള്ള സഭയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് CSDS സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത CSDS സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് പ്രവീൺ V. ജെയിംസ് പറഞ്ഞു. ഇത് നമ്മുടെ സഭയുടെ, കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ദുഷിച്ച നടപടിയാണ്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ദളിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് സഭയുടെ നേതൃത്വം കാട്ടുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയതയും വർഗീയതയും അനീതിയും അത് അവസാനിപ്പിക്കണം. അത് വെച്ചു ഉറപ്പിക്കാൻ അനുവദിക്കത്തില്ല. വരുന്ന 13-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ജയരാജിന്റെ മകൻ റിജിൻ രാജിന്റെ വിവാഹം ഈ സഭ നടത്തിക്കൊടുത്തില്ലെങ്കിൽ സഭയുടെ എല്ലാ കേരളത്തിലുള്ള മുഴുവൻ അധികാര കേന്ദ്രങ്ങളിലേക്കും ഉഗ്ര പ്രക്ഷോഭവുമായി CSDS കടന്നു പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. TP രവീന്ദ്രൻ, ആഷ്ലി ബിനോയ്, ജയരാജ് MJ, കൊച്ചുമോൾ, ആൽബി കൊല്ലക്കൊമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ടെക്സ്പോ എക്സിബിഷന് ഈ മാസം 9-ന് തുടക്കമാകും. സെന്റ് സ്റ്റീഫൻസ് കോളേജും ലെനോവ എഡ്യൂക്കേഷൻ സർവീസും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കോളേജ് മാനേജർ റവറന്റ് ഫാദർ എബ്രഹാം പറമ്പേട്ട് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ കോളേജ് കരിക്കുലത്തിന്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികസനങ്ങളുമാണ് വിവിധ പഠന വകുപ്പുകൾ പ്രദർശനത്തിന് ഒരുക്കുന്നത്. വിവിധതരം റോബോട്ടുകൾ, വെർച്വൽ റിയാലിറ്റി, പ്ലാനറ്റോറിയം എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമമിത്ര ക്യാമ്പസ് എന്ന ആശയത്തെ മുൻനിർത്തി നൂതന സാങ്കേതിക വിദ്യയുടെ അറിവുകളും അനുഭവങ്ങളും പകർന്നു കൊടുക്കാൻ ഈ പ്രദർശനം സഹായകമാകും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ.സി, എക്സിബിഷൻ കോർഡിനേറ്റർ ജെയിംസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജും ലെനോവ എഡ്യൂക്കേഷണൽ സർവീസും ചേർന്ന് ടെക്സ്പോ SSC ഉഴവൂർ എന്ന പേരിൽ വിപുലമായ വിദ്യാഭ്യാസ പ്രദർശനം 2025 ജനുവരി 9, 10, 11 വ്യാഴം, വെള്ളി, ശനി തീയതികളിൽ സംഘടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കോളേജ് മാനേജർ റവറന്റ് ഫാദർ എബ്രഹാം പറമ്പേട്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സ്കൂൾ കോളേജ് കരിക്കുലത്തിൻ്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികാസങ്ങളുമാണ് ഏവർക്കും ആകർഷകമായി അനുഭവിച്ചറിയുവാൻ കഴിയും വിധം കോളേജിലെ പഠന വകുപ്പുകൾ അവതരിപ്പിക്കുന്നത്. വിവിധ തരം റോബോട്ടുകൾ, വെർച്വൽ റിയാലിറ്റി, പ്ലാനറ്റോറിയം, ISRO എക്സിബിഷൻ, അപൂർവ സ്റ്റാമ്പ് നാണയ കളക്ഷൻ, കേരള പോലീസിൻ്റെ ബോംബ് ഡോഗ് ഫോറൻസിക് സൈബർ സെൽ എക്സിബിഷൻ, കൃഷി വകുപ്പ് സ്റ്റാളുകൾ, വിദ്യാർത്ഥികൾക്കുള്ള ശാസ്ത്രമേള മത്സരങ്ങൾ, ഫൺ ഗെയിംസുകൾ, ഫുഡ് സ്റ്റാളുകൾ, മാജിക് ഷോ തുടങ്ങി ഒട്ടനവധി ആകർഷണങ്ങളും ഒരുക്കുന്നു. ഗ്രാമമിത്ര ക്യാമ്പസ് എന്ന സങ്കല്പത്തെ മുൻനിർത്തി നൂതന സാങ്കേതിക വിദ്യകളുടെ അറിവുകളും അനുഭവങ്ങളും പകർന്നു കൊടുക്കുവാൻ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരുക്കുന്ന ഈ പ്രദർശനം കാണുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. പാലാ ജനറൽ ആശുപത്രിയിൽ പുതുതായി തുടങ്ങുന്ന ക്യാൻസർ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.45 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി MP അറിയിച്ചു. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ പുതുതായി സ്ഥാപിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.45 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി MP അറിയിച്ചു. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. റേഡിയേഷൻ അടക്കമുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജോസ് കെ മാണി വിഷയത്തിൽ ഇടപെട്ടത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ, പാലാ നഗരസഭ എന്നിവർ സംയുക്തമായി ചേർന്ന് ടെലികോബാൾട്ട് യൂണിറ്റ് വാങ്ങാൻ തുക ഡെപ്പോസിറ്റ് ചെയ്തെങ്കിലും മെച്ചപ്പെട്ട കെട്ടിട സൗകര്യമില്ലാത്തതിനാൽ യൂണിറ്റ് സ്ഥാപിക്കാനായില്ല. ഇത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കാൻ MP ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത്. സംസ്ഥാനത്ത് തന്നെ ഒരൊറ്റ പ്രൊജക്ടിനായി MP ഫണ്ടിൽ നിന്നും 2 കോടിയിലധികം ചെലവഴിക്കുന്നതും ഇത് ആദ്യമാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലായി പാലാ മാറും. കോബാൾട്ട് ടെലിതെറാപ്പി യൂണിറ്റ്, റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം, മൗൾഡ് റൂം, ഔട്ട് പേഷ്യന്റ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവ കൂടാതെ റേഡിയോ തെറാപ്പി സിമുലേറ്റർ, ബ്രാക്കി തെറാപ്പി യൂണിറ്റ്, ബ്രാക്കി തെറാപ്പി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലാവും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര അറ്റോമിക് എനർജി വിഭാഗം ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച 5 കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നം 20-ാം മൈൽ മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ആരംഭിച്ചു. രാവിലെ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം തിറക്കാർക്ക് വരവേൽപ്പ് നൽകി. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപക്കളമെഴുത്ത് ഞായറാഴ്ച നടക്കും. പൊൻകുന്നം മുണ്ടയ്ക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രത്തിന്റെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 3, 4, 5 തീയതികളായാണ് തിറവെള്ളാട്ട് മഹോത്സവം. 1-ാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം തിറക്കാർക്ക് വരവേൽപ്പ് നൽകി. ശനിയാഴ്ചയാണ് തിറവെള്ളാട്ട് ആരംഭം. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കളമ്പാട്ട് നടക്കും. തുടർന്ന് അന്നദാനം ഉണ്ടായിരിക്കും. രാത്രി 11-ന് വല്യച്ഛന്മാരുടെ കളംപൂജ, കളമ്പാട്ട് എന്നിവ നടക്കും. അവസാന ദിനമായ ഞായറാഴ്ച പതിവ് ക്ഷേത്ര പൂജകൾക്ക് ശേഷം പ്രസിദ്ധമായ വിഷ്ണുമായ ചാത്തസ്വാമിക്ക് രൂപക്കളമെഴുത്ത് നടക്കും. വൈകിട്ട് ആചാര്യ ദക്ഷിണ, തിറക്കാർക്ക് യാത്രയയപ്പ്, ആകാശക്കാഴ്ച എന്നിവയ്ക്ക് ശേഷം ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അറിയിപ്പ്:
കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രാഷ് നിർമ്മാണത്തിന്റെ ഭാഗമായി 2 വീതം മാവ് വക മരങ്ങൾ ജനുവരി 15-ന് 2 മണിക്ക് ലേലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04812597 ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഡ്രൈവർ ഉൾപ്പെടെ ടാക്സി പെർമിറ്റുള്ള MC കാർ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. ജനുവരി 13 രാവിലെ 11 മണി വരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഫോൺ 048125639980. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമെന്ന് CPM കോട്ടയം ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം തുടരുന്നു. ചുവപ്പ് സേനാ മാർച്ചും പൊതുസമ്മേളനവും ഞായറാഴ്ച. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശിക്ഷിക്കപ്പെട്ടവർക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ പ്രാദേശിക സർക്കാരുകളുടെ പങ്ക് നിസ്തുലമെന്ന് ജോസ് കെ മാണി MP. ഭരണങ്ങാനം കരൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രവിത്താനം അന്തിനാട് റോഡ് ഗതാഗതത്തിന് തുറന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.